സലഫികളുടെ അല്ലാഹു നമ്മെപ്പോലെ കൈയുള്ള അള്ളയാണ് ജനങ്ങളെ, നമ്മെപ്പോലെ വയറുള്ള അള്ളയാണ്, നമ്മെപ്പോലെ കാലുള്ള അള്ളയാണ്, നമ്മെപ്പോലെ കണ്ണുള്ള അള്ളയാണ്, നമ്മെപ്പോലെ ഇറങ്ങുന്ന അള്ളയാണ്. ഇങ്ങനെ ഈ സലഫികളെ സംബന്ധിച്ച്, മുജാഹിദുകളെ സംബന്ധിച്ച് നാടൊട്ടാകെ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതൊന്നും നമ്മൾ പറയേണ്ട വിഷയമല്ലെന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ച രണ്ട് മാളത്തിലൊളിക്കല്ലേ. പഠിച്ചോ മുഅ്മിനേ, അല്ലാഹു അവനെ സംബന്ധിച്ച് എന്തൊക്കെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ അതപ്പടി വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. അല്ലാഹുവിന് യദുണ്ട് എന്ന് പറഞ്ഞാൽ അവന് കൈയുണ്ട്, പക്ഷേ നമ്മെ പോലെ എന്ന് വിശ്വസിക്കാൻ പാടില്ല. അല്ലാഹു ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ ഇറങ്ങും എന്ന് തന്നെയാണ് വിശ്വസിക്കേണ്ടത്. പക്ഷേ നമ്മെ പോലെയോ ലോകത്ത് ഏതെങ്കിലും ഒരു സൃഷ്ടിയെ പോലെയോ അല്ലല്ലോ. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി അവനോട് ഈക്വലാകുന്ന ഒരാളും തന്നെ ഇല്ല. ആ അടിത്തറയിൽ നിന്നുകൊണ്ട് നീ റബ്ബിനെ സംബന്ധിച്ച് പഠിച്ചോ, അത് പഠിപ്പിച്ചോ. അല്ലാഹുവിനെ സംബന്ധിച്ച് എന്തൊക്കെ ആരൊക്കെ പ്രചരിപ്പിച്ചാലും എന്റെ നാഥനെ സംബന്ധിച്ച്, അല്ലാഹുവിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂലിലൂടെ സഹാബത്തിലൂടെ കൈമാറ്റം കിട്ടി വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തില്ലേ, യൻസിലു റബ്ബുനാ തബാറക വ തആല, നമ്മുടെ റബ്ബ് അതാ ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞപ്പോ ഒരൊറ്റ സഹാബിയും ചോദിച്ചില്ലല്ലോ എങ്ങനെയാണ് ആ ഇറക്കം. അത് അമേരിക്കയിലെ രാത്രിയിലാണോ, കാസർകോട്ടെ രാത്രിയിലാണോ, അതേപോലെ തന്നെ മറ്റേതെങ്കിലും രാഷ്ട്രത്തിലെ രാത്രിയിലാണോ? നിങ്ങൾ അല്ലാഹുവിനെ ഇറങ്ങലല്ലാതെ തൊഴിലുണ്ടോ, കയറാനപ്പോഴാ നേരം എന്ന് ചോദിച്ച് പരിഹസിക്കുന്ന പിഴച്ച കക്ഷികളില്ലേ? ആ രൂപത്തിലുള്ള ചോദ്യമെങ്ങാനും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതിയപ്പോ, ഹദീസുകൾ പഠിപ്പിച്ചപ്പോ, യൻസിലു റബ്ബുനാ എന്ന ഹദീസ് പഠിപ്പിച്ചപ്പോ തിരിച്ചു ചോദിച്ചില്ലല്ലോ. കാരണം അവർക്കന്ന് ഈമാനുണ്ട്. റസൂൽ എന്താണ് പറഞ്ഞതെങ്കിൽ അതപ്പടി ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചു കൊടുത്തില്ലേ എന്തിനെപ്പറ്റി? അർറഹ്മാനു അലൽ അർശി ഇസ്തവാ, അല്ലാഹു അർശിന്മേൽ ഉപവിഷ്ടനായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ എങ്ങനെയാണ് ഒരുത്തൻ ചോദിക്കുകയാണ്. ഇപ്പൊ ചില ആൾക്കാർ ചോദിക്കുമ്പോൾ അതെങ്ങനെയാ എന്ന് ചോദിച്ചപ്പോ മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് എന്താണ്? അൽ ഇസ്തിവാഉ മഅലൂം, ഉപവിഷ്ടനാവുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ വൽ കൈഫിയത്തു മജ്ഹൂൽ, അത് അല്ലാഹുവിനെ സംബന്ധിച്ചാവുമ്പോൾ എങ്ങനെയാണ് നമുക്കറിയാൻ സാധ്യമല്ല എന്ന് വിചാരിച്ച് അങ്ങനെ ഇല്ല എന്ന് പറയാൻ പോണോ? വേണ്ട. വൽ ഈമാനു ബിഹി വാജിബുൻ, വൽ ഈമാനു ബിഹി വാജിബ്, അത് വിശ്വസിക്കൽ നിർബന്ധമാണ് കേട്ടോ. വസ്സുആലു അൻഹു ബിദ്ആ, അതിനെപ്പറ്റി ചോദ്യം ചെയ്ത് പരിഹസിക്കലില്ലേ? ആ ഏർപ്പാട് പുതിയ ആശയക്കാരൻ പരിപാടിയാണ്. പിടിച്ചു പുറത്താക്കടോ അവനെ എന്ന് പറഞ്ഞ് ആ ചോദിച്ചവരെ മജ്‌ലിസിൽ നിന്ന് പുറത്താക്കിയ പാരമ്പര്യമല്ലേ മഹാനായ മാലിക് ഇമാം റഹ്മത്തുള്ളാഹി അലൈഹിക്കുള്ളത്? ഇന്നിപ്പോ എന്താണ് സ്റ്റേജിൽ കയറിയിട്ട് പറയുന്നത്? മുജാഹിദിന്റെ അല്ലാഹ്ക്ക് അത് ആകാശത്ത് ഇങ്ങനെ ഇറങ്ങലാണ് പണി, എപ്പോഴാ ഇത് കയറിപ്പോകല് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നത് കേട്ടിട്ടില്ലേ? പരിഹാസം ചെന്നെത്തുന്നത് സാധുക്കളായ നമ്മുടെ നേർക്കല്ലല്ലോ, അല്ലാഹു അല്ലേ പറഞ്ഞത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ആ വിഷയം ഞാൻ ഇപ്പോൾ സുദീർഘമായി അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഞാൻ ഈ സൂചന തന്നത് എന്റെ പ്രിയപ്പെട്ടവര് സഹോദരിക്കും സഹോദരനും തോന്നിപ്പോകരുത്. നമ്മൾ അതൊക്കെ ഒഴിവാക്കണം, ആ ചർച്ചയിലേക്കൊന്നും പോകരുത് എന്നാരും ചിന്തിച്ചു പോകരുത്. പഠിച്ചോ, മനസ്സിലാക്കിക്കോ. അല്ലാഹുവിനെ അറിയുമ്പോഴാണ് ജീവിതത്തെ സംബന്ധിച്ചുള്ള കൃത്യമായ ധാരണയുണ്ടാവുക. റബ്ബിനെ അറിയുമ്പോഴേ റബ്ബിന്റെ ഖുദ്റത്ത് മനസ്സിലാകൂ. റബ്ബിന്റെ ഓരോ വിശേഷണങ്ങളിലും അടങ്ങിയിട്ടുള്ള പവർ എഴുതിയാൽ തീരുമോ? പ്രസംഗിച്ചാൽ അവസാനിക്കുമോ? ലോകം മുഴുക്കെ എല്ലാ നദികളും തോടുകളും അരുവികളും കടലുകളും ഒക്കെ മഷിയായി മാറിയാലും എഴുതി തീർക്കാൻ സാധ്യമല്ലെന്നല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. പക്ഷേ കഴിവിന്റെ പരമാവധി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് റബ്ബിനെ എത്രത്തോളം നമ്മൾ അറിയുമോ അത്രത്തോളം അല്ലാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കുന്നു. എത്രത്തോളം റബ്ബിനെ അറിയാത്ത ജാഹിലായി മാറുന്നുവോ അത്രത്തോളം റബ്ബിൽ നിന്ന് നമ്മൾ ബഹുദൂരം അകന്നു പോവുകയല്ലേ ഉണ്ടാവുക. അതുകൊണ്ട് മാനവ സമൂഹത്തിന്റെ മോചനത്തിന് വേണ്ടി സൃഷ്ടാവായ റബ്ബുൽ ആലമീൻ ഇറക്കിയിട്ടുള്ള സന്ദേശങ്ങളുടെ ഒരു ഭാഗത്തെയും നിസ്സാരമായി കാണാതെ ഓരോന്നും പഠിച്ചോ, അന്വേഷിച്ചോ, അറിഞ്ഞോളൂ. എന്നിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് ദഅവത്ത് നടത്തിക്കോളൂ. കുപ്രചരണങ്ങൾ മറുപക്ഷത്തു നിന്നുണ്ടാകും, പീഡനങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും, കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകും, കല്ലേറുകൾ ഉണ്ടാകും, വധശ്രമങ്ങൾ ഉണ്ടാകും, സ്ഥാപനം കയ്യേറലുണ്ടാകും, സ്ഥാപനത്തെ അടിച്ച് തകർക്കലുണ്ടാകും,
ഉണ്ടാകും. പക്ഷേ ക്ഷമിച്ചോളൂ, തിരിച്ചടിക്കുകയല്ല വേണ്ടത്. ഈമാനിന്റെ കരുത്തോടെ നിൽക്കുന്നവരോടൊപ്പം അല്ലാഹു ഉണ്ട് കേട്ടോ. ഇന്നല്ലാഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോടൊപ്പമാണെന്ന് ഖുർആൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. മുത്തഖീങ്ങളുടെ കൂടെയാണ്, മുഹ്സിനീങ്ങളുടെ കൂടെയാണ്. അതേപോലെ റബ്ബുൽ ആലമീൻ പറഞ്ഞില്ലേ, ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കാൻ തയ്യാറാണോ എങ്കിൽ യൻസുർക്കും, അല്ലാഹു നിങ്ങളെ സഹായിക്കുന്നതാണ്. എങ്ങനെയാ അള്ളാഹനെ സഹായിക്കേണ്ടത്? അള്ളാഹുവിന്റെ ഈ ദീനിന്റെ ഈ ആദർശമില്ലേ, മാനവ സമൂഹത്തിന്റെ മോചനത്തിന് വേണ്ടി സൃഷ്ടാവിറക്കിയ സന്ദേശമില്ലേ, അത് എത്തിച്ചു കൊടുക്കാൻ ഒരു കാസറ്റ് നൽകാനാണോ, ഒരു CD നൽകിക്കൊണ്ടാണോ, ഒരു നോട്ടീസ് നൽകിക്കൊണ്ടാണോ, ഒരു പോസ്റ്റർ പതിച്ചുകൊണ്ടാണോ, ഒരു സത്യത്തിന്റെ മജ്‌ലിസിലേക്ക് ഒരാളെ കൈപിടിച്ചു കൊണ്ടുവന്നുകൊണ്ടാണോ, ഒരല്പനേരത്തെ കുശലാന്വേഷണത്തിലൂടെയാണോ, ഒരല്പനേരം നിന്റെ കൂടെ യാത്ര ചെയ്യുന്ന സഹോദരനോട് ഇതിനെ കുറിച്ചൊന്ന് സംസാരിക്കുന്നതിലൂടെയാണോ, ഏതിലൂടെയാണ് നിന്നെ കൊണ്ട് കഴിയുക എങ്കിൽ ആ മാർഗത്തിലേക്ക് വന്നോ. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, എനിക്കും നിങ്ങൾക്കും അതാണ് ചെയ്യേണ്ട ഡ്യൂട്ടി. അതിന് നമ്മൾ നന്നായി, നാം നല്ലവരായി കൊണ്ട് ജീവിച്ചുകൊണ്ട് ആ രൂപത്തിലുള്ള ആശയങ്ങൾ പഠിച്ച് ദൃഢമായ ഒരു ബോധത്തോടുകൂടി മുന്നേറിയാൽ അല്ലാഹുവിന്റെ സഹായം ഉറപ്പാണ്. നിങ്ങളുടെ കാൽമുട്ടുകൾ വിറക്കില്ല, ആരുടെയും മുമ്പിൽ നിങ്ങൾ പതറിപ്പോകേണ്ടി വരില്ല. അവൻ നിങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നതാണ്. ആ ഒരു സന്ദേശമാണ് എനിക്ക് എന്റെ സഹോദരങ്ങളോട് ഈ വൈകിയ വേളയിൽ പറയാനുള്ളത്. അല്ലാഹുവിന്റെ ഈ ദീനിന്റെ സന്ദേശത്തെ ആരെതിർത്താലും റൂഹ് ശരീരത്തിലുള്ളിടത്തോളം ഇത് ഞങ്ങൾ പ്രചരിപ്പിക്കുക തന്നെ ചെയ്യും. ഈ മലവെള്ളപ്പാച്ചിൽ ശക്തമായി ചീറിപ്പാഞ്ഞു വരുന്ന ഈ മലവെള്ളപ്പാച്ചിലിനെ തടയാൻ ഒരു ശക്തി വിചാരിച്ചാലും സാധ്യമല്ല. ഇത് അല്ലാഹുവിന് വേണ്ടിയാണെന്ന ദൃഢമായ തീരുമാനത്തോടു കൂടിയാണ് നമ്മൾ പിരിഞ്ഞു പോകേണ്ടത്. അല്ലാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യണം സഹോദരന്മാരെ. എപ്പോഴും മനസ്സിന് പതർച്ച സംഭവിക്കാം. യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബേ, സബ്ബിത് ഖൽബി അലാ ദീനിക, നിന്റെ ശരിയായ ദീനിന്റെ ആദർശത്തിൽ എന്റെ ഹൃദയത്തെ, ഈ സാധുവിന്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ച് നിർത്തണേ. നിരന്തരം അത് ദുആ ചെയ്തു കൊള്ളാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കിയതല്ലേ. ആ പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ വേണം, തെറ്റിപ്പോകാതെ, ആരെന്ത് പറഞ്ഞാലും പതറിപ്പോകാതെ. ഞങ്ങളുടെ കയ്യിൽ ഹക്കുണ്ട്, ആ ഹക്ക് ഞങ്ങൾ എത്തിക്കും. ഈ സമ്മേളനത്തിന്റെ വലിയ സമ്മേളനമാക്കി തീർക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കും. ആ ഒരു നിയത്തോടുകൂടി എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങളത് പ്രചരിപ്പിക്കും. അല്ലാഹുവേ, നിന്റെ തുണയുണ്ടാകണം, നിന്റെ തൗഫീഖ് ഉണ്ടാകണം, നീ കരുത്ത് പകരണം. ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക് നീ കരുത്ത് പകരണം. അതേപോലെ തന്നെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തകന്മാർക്കും നീ എല്ലാ നിലക്കുമുള്ള കരുത്തും തരണം എന്ന് നിരന്തരമായി നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ എല്ലാ നിലക്കും പ്രാർത്ഥനയും അതോടൊപ്പമുള്ള പ്രവർത്തനയും നമുക്കുണ്ടാകണം. സഹായങ്ങൾ പല വിധത്തിലാണ് പലർക്കും ചെയ്യാനാവുക. അപ്പൊ കണ്ടില്ലേ, ഈ മഹത്തായ വേദി, കാസർഗോഡിന്റെ ഈ പ്രദേശത്ത് ഈ മഹത്തായ വേദി അനുവദിച്ചിരുന്ന ഒരു സഹോദരനുണ്ട്, മാന്യനായ ഒരു സഹോദരൻ. ആ സഹോദരൻ ചെയ്തൊരു വലിയ ഒരു സഹായമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവനാണ്. അല്ലാഹു അദ്ദേഹത്തിന് നല്ല നിലക്ക്, അദ്ദേഹത്തിനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനുമൊക്കെ ഹിദായത്തും അതുപോലെ തന്നെ ആഫിയത്തും എല്ലാ നിലക്കും നമുക്കും അദ്ദേഹത്തിനുമൊക്കെ നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരൻ